So hey guys, welcome back to SSG. This is Surya here. So ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗ് സീരീസ് ആണ്. വേണമെങ്കിൽ ഒരു ട്രാവൽ എക്സ്പ്ലോറേഷൻ വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് നമ്മുടെ പാലഴുകും പാറ എന്നുള്ളൊരു ഡെസ്റ്റിനേഷനാണ് ഞങ്ങൾ എയിം ചെയ്ത് പോയത്. ആ യാത്ര പോകുന്ന വഴിക്ക് കണ്ടെത്തിയ കുറച്ച് ഹിഡൻ സ്പോട്ടുകൾസൊക്കെ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള ഒരു ട്രാവൽ എക്സ്പ്ലോറേഷൻ വീഡിയോ ആണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം. സോ ഞങ്ങളങ്ങനെ വാഗമൺ ടൗണിലെത്തി. ഞങ്ങൾ ആദ്യം തിരക്കിയത് ഒരു സാധാരണ ഭക്ഷണശാലയായിരുന്നു. ആ നാടുമായി ഇടിച്ചേർന്നിരിക്കുന്ന ഒരു 2-3 ഡെക്കേഡ്സ് ആയിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സാധാരണ കട. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കട ആ ചുരുങ്ങിയ സമയത്തിന് കണ്ടെത്താനായില്ല. പിന്നെ ആദ്യം കണ്ട ബാബുച്ചേട്ടൻ്റെ കടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി കയറി. സോ ആദ്യം തന്നെ ഒരു സോറി പറഞ്ഞു തുടങ്ങാം. ഭക്ഷണത്തിൻ്റെ രുചിയാണോ അതോ വിശപ്പിൻ്റെ വിളിയാണോ എന്നറിയില്ല, ഫുഡ് വ്ളോഗ് എടുക്കാൻ സാധിച്ചില്ല. എന്നാൽ വ്ളോഗ് എടുക്കാനായി ഒന്നും കൂടെ കയറി കഴിക്കാമെന്ന് വെച്ചാൽ വയറിലാണ് ഇനി സ്ഥലവുമില്ല. എന്നാലും പറയട്ടെ, ഒട്ടും ഡിസപ്പോയിൻമെൻ്റ് ആക്കിയില്ല നമ്മുടെ ബാബുച്ചേട്ടൻ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അതായത് അപ്പവും പുട്ടും ദോശയും ഒക്കെ ഉണ്ട് ഇവിടെ. സോ ഞാൻ ഒരു കോട്ട് കേട്ടിട്ടുണ്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് നന്നായ അന്നത്തെ ദിവസം ഫുൾ പോസിറ്റീവ് എഫക്റ്റ് ആയിരിക്കുന്നു. അതെത്രത്തോളം ട്രൂ ആണെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. സോ അങ്ങനെ നമ്മുടെ ആദ്യ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് പാലഴുകും പാറ. ഏകദേശം ഒരു 17 to 18 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വാഗമൺ ടൗണിൽ നിന്ന്. അത് എക്സാക്ട് കിലോമീറ്റേഴ്സ് അല്ല. പിന്നെ നമുക്ക് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഈ പാലഴുകും പാറ പോകുന്ന വഴിക്ക് ഒത്തിരി ചിൽ ഔട്ട് സ്പോട്ടുകൾ ഉണ്ടെന്നാണ്. നമ്മുടെ ഒരു മെയിൻ അജണ്ട എന്നുള്ളതും ഇങ്ങനെയുള്ള ചിൽ ഔട്ട് സ്പോട്ടുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് പോയി നോക്കാം. സോ നമ്മുടെ വാഗമണിൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്മൂത്ത് ആൻഡ് പക്ക റോഡ് കണ്ടീഷൻസ് ആയിരുന്നു. പക്ഷെ പെട്ടെന്നായിരിക്കും ഈ സർഫസ് ചേഞ്ച് അല്ലാതെ അൺഎക്സ്പെക്റ്റഡ് കട്ടേഴ്സ് പറഞ്ഞ റോഡ്സ് ഒക്കെ വരുന്നത്. സോ ഈ വാഗമൺ മലനിരയിൽ ഇങ്ങനത്തെ അൺഈവൻസ് റോഡ്സ് ഒത്തിരി ഒതുങ്ങി കിടക്കും. സോ നിങ്ങൾ ഈ പാലഴുകും പാറ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാക്സിമം സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. കാരണം അത്യാവശ്യം വണ്ടി സ്കിഡാനുള്ള പോർഷൻസ് ഒക്കെ ഉണ്ട് ഈ റൂട്ടിൽ. സോ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. സോ ഗൈസ്, അപ്പം നിങ്ങൾ എൻ്റെ പ്രീവിയസ് ട്രാവൽ വ്ളോഗ് സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എനിക്കൊരു പ്രോപ്പർ സ്പോട്ടോ ഡെസ്റ്റിനേഷനോ ഒന്നുമില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇന്ന് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് പാലഴുകും പാറയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ശരിക്കും അതൊരിക്കലും എൻ്റെ ഒരു പ്രയോറിറ്റി അല്ല. സോ ഈ പോണ വഴിക്ക് കുറേ ഇതേപോലെ ചെറിയ ചിൽ ഔട്ട് സ്പോട്ടുകൾ കാണാറുണ്ട്. ചിൽ ഔട്ട് സ്പോട്ടുകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം കുറച്ച് നേരം വണ്ടിയൊക്കെ വെച്ച് നമുക്ക് റിലാക്സ് ചെയ്ത് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിരിക്കണം. സോ എപ്പോഴും എൻ്റെ ഒരു ട്രിപ്പിൽ അതാണ് പ്രധാനം, ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി ഹൈലൈറ്റ് എന്ന് ഉദ്ദേശിച്ച് മാക്സിമം ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സംഭവം ഇതാണ്. സോ പാലഴുകും പാറ പോണ വഴി യാദൃശ്യമായിട്ട് കണ്ടെത്തിയ ഒരു സ്ഥലമാണ്. നിങ്ങളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം യൂസ് ചെയ്യാത്തൊരു റോഡാണ്. അതായത് ഓഫ് റോഡ് റോഡാണ്. അധികം വണ്ടികളൊന്നും പോവാത്തൊരു ടൈപ്പ് ഓഫ് റോഡാണെന്ന് തോന്നുന്നു. ഇത് എങ്ങനെയാ ഒരു പബ്ലിക് പ്ലേസ് ആണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ എനിക്ക് ഫസ്റ്റ് കണ്ടൊരു കാഴ്ചയുണ്ട്. സോ അത് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. സോ അതാണ് മെയിനായിട്ട് ഞങ്ങൾ ഇവിടെ നിർത്താനുള്ളൊരു കാര്യം. സോ നിങ്ങൾ ഈ കാണുന്നതാണ് ഞങ്ങൾ അപ്പത്തെ വഴി കൂടെ വന്നപ്പോൾ ജസ്റ്റ് അതിൽ ക്യാച്ച് ചെയ്തത്. സോ അതിന് തന്നെ ഒരു സോറി പറയട്ടെ, നമ്മുടെ ഹെൽമെറ്റിലെ ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. സോ ക്യാമറയുടെ ആംഗിൾ എങ്ങോട്ടൊക്കെ ഇരിക്കുന്നതെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. സോ എന്തായാലും നമുക്ക് ഇത് ഈ ക്യാമറേനെ വിട്ട് ജസ്റ്റിസ് തരുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അപ്പോഴത്തെ ഒരു ക്ലൈമറ്റ്, നല്ലൊരു കാറ്റും എല്ലാം കൂടെ ഭയങ്കര വൈബായിരുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ കൂടെയുള്ള കണ്ടന്റേഴ്സ് കാണാം. അതായത് നമ്മുടെ റൈഡിങ് പാർട്ട്നേഴ്സ്, നമ്മുടെ NS200 ഉണ്ട്. സോ ഒബ്വിയസ്ലി ഞാൻ അവഞ്ചർ അല്ല, NS200 ആണ് ഇന്ന് എടുത്തത്. മെയിൻലി ആശാൻ പക്കയാണ്. ബാക്കിലെ ഷോക്കിലൊരു ചെറിയ ലീക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്റർസെപ്റ്റർ 650 ആണ് ഇരിക്കുന്നത്, മാരക വണ്ടി. ഇതിലിപ്പോൾ ഒരു കുറവുണ്ടെന്ന് വെച്ചാൽ
2 പൊട്ട ടയറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ നിൽക്കുന്ന അവൻ്റെ ഓണർ ശരിക്കും അവന് പ്രാന്താണെന്ന് ഞാൻ പറയാം. കാരണം ഈ വണ്ടി ഈ ടയറും വെച്ചുകൊണ്ട് ഇമാതിരി കോർണറിങ്, ഹാറ്റ്സ് ഓഫ്. ദെൻ നമ്മുടെ RF ലെജൻഡ് മൈലേജ് കിങ്, ഒന്നും പറയാനില്ല. ഇതുവരെ ഈ ട്രിപ്പിൽ പെട്രോൾ പമ്പ് കാണാത്തൊരു മനുഷ്യൻ അല്ലൊരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്ക്രാം 411, അതായത് ഈ റൈഡിലെ ഏറ്റവും പ്രോപ്പർലി യൂസബിൾ ആയിട്ടുള്ള വണ്ടി. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ഹിമാലയൻ്റെ അനിയനാണ്. സോ ഒരു അണ്ടർ റേറ്റഡ് ബൈക്കാണ്, പക്ഷേ പക്കാ വണ്ടിയാണ്. സോ നമ്മളിവിടെ ജസ്റ്റ് കുറച്ചൊരു ഐ തിങ്ക് ഒരു 1.5 hours ഇവിടെ സ്പെൻഡ് ചെയ്തു എന്ന് തോന്നുന്നു. ഞങ്ങൾ അത്ര നേരം ഇവിടെ ഇരുന്നത് അറിഞ്ഞു പോലുമില്ല. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ ചുമ്മാ ചില്ല് ചെയ്ത് ഇരിക്കുമായിരുന്നു. സോ താഴെ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ കാണാം, റിസോർട്ട് കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഓപ്പൺ ആണെന്നോ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയില്ല. ബട്ട് നിങ്ങൾ ഈ പാലൊഴുകും പാറ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ പാലൊഴുകും പാറയൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് ജസ്റ്റ് മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. കാരണം അത്യാവശ്യം വണ്ടികളൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാനാണെങ്കിലോ കുറച്ച് നേരം ചില്ല് ചെയ്യാനാണെങ്കിലോ ഇതൊരു പക്കാ സ്പോട്ട് തന്നെയാണ്. സോ നമ്മളങ്ങനെ പാലൊഴുകും പാറയിലേക്കുള്ള യാത്ര തുടരുകയാണ്. സോ ഒന്ന് പറയട്ടെ, ഈ യാത്രയിൽ വന്നിരിക്കുന്ന ആരും ഇതുവരെ പാലൊഴുകും പാറയിൽ പോയിട്ടുമില്ല. ഇവിടെ ഇറങ്ങാൻ പറ്റൂ, അതോ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ സ്ഥലമുണ്ടോ, ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് പോകാൻ പറ്റൂ, ഒന്നും ഞങ്ങൾക്കറിയില്ല. ഒരു കംപ്ലീറ്റ് ബ്ലാങ്ക് ഇതിലാണ് നമ്മളിപ്പോൾ യാത്ര ഇവിടുന്ന് പിന്നെയും തുടരുന്നത്. നമ്മൾ ഈ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിപ്പോയാലും ആ സ്പോട്ട് നമുക്ക് കാണാമെന്നല്ലാതെ അവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഒന്നും നമുക്ക് കണ്ടെത്താനാവില്ല. സോ ആ ഒരു സ്ഥലം എത്തുമ്പോൾ ആരെങ്കിലും കാണാം, അവിടുന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ റോഡിൻ്റെ 2 വശത്തും പല സ്ഥലങ്ങളിലായിട്ട് പാറകളാണ്. സോ ഈ പാറകളൊക്കെ ക്രേവ് ചെയ്ത് എടുത്തതാണ് ഈ റോഡെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രത്തോളം അത് ശരിയാണെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വഴിയുടെ ഭംഗികളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കേരളത്തിൻ്റെ വെളിയിൽ പോയ ഒരു ഫീലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ യാത്ര ജൂണിലായതുകൊണ്ട്, സാധാരണ കിട്ടേണ്ട മഴ കിട്ടാത്തതുകൊണ്ട്, നല്ല വെയിലായതുകൊണ്ട് ആ ഒരു വൈബ് എത്രത്തോളം കണ്ടിന്യൂ ചെയ്ത് നിന്നു എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. സോ ഗൈസ്, നമ്മളങ്ങനെ പാലൊഴുകും പാറ എത്തി കേട്ടോ. നിങ്ങൾ ഈ ലെഫ്റ്റിൽ കാണുന്ന വെള്ളച്ചാട്ടമാണ് ഈ പാലൊഴുകും പാറ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പാലൊഴുകും പാറയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ കൂട്ടം ഇറങ്ങാമെന്നുള്ള കാര്യമാണ്. സോ ഇവിടെ നമ്മൾക്ക് ഡയറക്ഷനും കാര്യങ്ങളും ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഈവൻ ഗൂഗിൾ മാപ്സിലാണെങ്കിൽ പോലും ഒരു ഡയറക്ഷനും കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഈ ലൊക്കേഷൻ വരെ എത്താനുള്ളത് കൊടുത്തിട്ടുള്ളൂ. സോ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. അവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ട് എങ്ങനെ ഇറങ്ങുന്നതെന്നൊന്ന് ചോദിക്കാം. ആക്ച്വലി ഞങ്ങൾക്ക് ഈ വന്നിരിക്കുന്ന 5 പേർക്കും ഒരു പിടിയില്ല ഇതെങ്ങനെയാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. സോ നമുക്കൊന്ന് നോക്കാം. സോ ഗൈസ്, ഞങ്ങൾ അന്വേഷിച്ച് പറയാൻ സാധിച്ചു ഈ വഴി സ്ട്രെയിറ്റ് പോയാൽ തന്നെ നമുക്ക് പാലൊഴുകും പാറയുടെ പൊക്കത്തെത്താമെന്ന്, അല്ലെങ്കിൽ ഒരു നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞ് കേട്ടത്. അതുവഴി ഞങ്ങൾ പോവുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ ഈ താഴെ റൈറ്റിലേക്കൊരു വഴി കാണുന്നുണ്ട്. സോ അതിലേ പോയാൽ ശരിക്കും പാലൊഴുകും പാറയുടെ താഴത്തെത്തായിരുന്നു, വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെത്തായിരുന്നു. അത് ഞങ്ങൾക്ക് ഒട്ടും തിരിച്ചറിയാൻ സാധിച്ചില്ല. അതായത് ഞങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ടൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വേറെ കുറച്ച് റിസർച്ചൊക്കെ ചെയ്തപ്പോഴാണ് അങ്ങനെയായിരുന്നു വഴി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. സോ ആ ആൾ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ആ വഴി സ്ട്രെയിറ്റ് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങൾ കേട്ടതനുസരിച്ച് സ്ട്രെയിറ്റ് വന്നപ്പോൾ ഒരു കയറ്റം കണ്ടു. സോ അവിടെ 1-2 വണ്ടികളൊക്കെ ആ വഴി പോണ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് തന്നെയാണ് വഴിയെന്ന്. സോ ഞങ്ങൾ അതുവഴി തന്നെ ആ ട്രെയിൽ ഫുള്ള് കണ്ടിന്യൂ ചെയ്തു. പിന്നീടങ്ങ് മൊത്തം കയറ്റങ്ങളും വളവുകളും മാത്രമായിരുന്നു. അങ്ങനെ വളഞ്ഞും തിരിഞ്ഞും കയറിയും ഇറങ്ങി ഒടുവിൽ ഞങ്ങളൊരു ആൽമര ചുവട്ടിലെത്തി. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് താഴത്ത് നിന്ന് പാലൊഴുകും പാറയുടെ പൊക്കത്തേക്കുള്ള വഴി പറഞ്ഞു തന്ന് അദ്ദേഹം വേറെ ഏതോ സ്ഥലമാണ് മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നത്.
നിസ്സഹായമായ ഞങ്ങളുടെ ഈ പരാജയം കുറച്ചു നേരം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ആൽമരച്ചോട്ടിൽ ഇരുന്നു. പക്ഷേ ഒന്ന് പറയട്ടെ, ഈ കണ്ട വഴികളെല്ലാം കയറി എത്തി ഈ ആൽമരച്ചോട്ടിൽ വന്നിരുന്ന കുറച്ച് സമയം ആ ഒരു ക്ലൈമറ്റ് അത്യാവശ്യം കുറച്ച് റിലാക്സിങ് ആയിരുന്നു. സോ ഞങ്ങൾക്കിവിടെ 3 വഴിയാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അതായത് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്കുള്ള വഴി, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു പോവുക. സോ ഞങ്ങൾ ഓബ്വിയസ്ലി ഒരു സ്മാർട്ട് ചോയ്സ് തന്നെ എടുത്തു, തിരിച്ചു പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ പാലൊഴുകുംപാറ പര്യായം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതി. കാരണം കറക്റ്റായിട്ടൊരു വഴിയോ ഇല്ല. അതുപോലെ തന്നെ ഈ വെയിലത്തും ചൂടത്തും മണിക്കൂറുകളോളമായി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ഥലം തപ്പി നടക്കും. അങ്ങനെ നിസ്സഹായത്തോടെ പരാജയത്തോടെ കയറി വന്ന വഴികളെല്ലാം ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളെ കാത്ത് ഒരു ഹിഡൻ സ്പോട്ട് ഇരിപ്പുണ്ടായിരുന്നു. സോ അങ്ങോട്ടാണ് ഇനിയുള്ള യാത്ര. സ്റ്റേ ട്യൂൺ. സോ അങ്ങനെ നമ്മുടെ പാലൊഴുകുംപാറ പര്യായനാസ് അവസാനിപ്പിച്ച് അതുവഴി തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു പാലം കണ്ടത്. കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നുള്ള കരുതിയാണ് ഞങ്ങളിവിടെ ആദ്യം നിർത്തിയത്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഹിഡൻ സ്പോട്ട് അല്ലെങ്കിൽ ആ ഒരു ഹിഡൻ ജേം എന്ന് ഞാൻ വിശേഷിപ്പിച്ച സ്ഥലം ഇവിടെയാണുള്ളത്. സോ എൻ്റെ ഈ വീഡിയോ, ഈ ഒരു ട്രാവൽ സീരീസിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ, അതായത് മസ്റ്റ് വാച്ച് ആയിട്ട് നിങ്ങൾ കാണണമെന്ന് പറയുന്ന കുറച്ച് രംഗങ്ങളാണ് ഇനി നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ പാലത്തിന് താഴത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ച് സ്പോട്ട്സ് ഉണ്ട്. അതായത് മെയിൻലി ആൾക്കാർ ജസ്റ്റ് കൈയും കാലം കഴിയാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്പോട്ടാണിത്. സോ ഇതല്ല ഞാൻ പറഞ്ഞത്, ഇത് അങ്ങോട്ട് ഇറങ്ങുന്നതിൻ്റെ ജസ്റ്റ് തുടക്കം മാത്രമാണ്. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ നമുക്ക് നമ്മുടെ ആ ഒരു സ്പോട്ടിലേക്ക് പോകാവുന്നതാണ്. നമ്മൾ പാലൊഴുകുംപാറ കാണാൻ പോയതാണ്. പിന്നെ അങ്ങോട്ടൊന്നും പോയി കാണാനൊന്നും പറ്റില്ല. വേറെ നൈറ്റ് വെള്ളച്ചാട്ടം കിട്ടി. വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്, കുളിച്ച് എടുക്കുന്നില്ല. സോ നൈറ്റ് വെള്ളച്ചാട്ടമാണ്. നോക്കി കണ്ട് ചെയ്തിട്ട് വേറെ താഴെ പോകും. വൈബാണ് കേട്ടോ. പാലൊഴുകുംപാറ പോകുന്ന റൂട്ട് പോവാം. അപ്പോൾ അവിടുന്ന് ആ കേട്ടൊക്കെ കയറി വരുമ്പോൾ ഒരു പാലമുണ്ട്. പാലത്തിൻ്റെ അവിടെ സൈഡിൽ നിന്ന് ഇറങ്ങുക. ഞാൻ ആ വീഡിയോ തുടർന്ന് കളിക്കാറൊരു ഭാഗമൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. കുറച്ച് ഗ്രിപ്പുള്ള ചെറുപ്പായിട്ട് വരാം. മഴയൊക്കെ ഉണ്ടെങ്കിൽ ചുള്ളി കുളിച്ചിരിക്കുക. രാത്രിൻ്റെ വെയിൽ മാത്രമേ ഉള്ളൂ, ഒടുക്കത്തെ ചൂടാണ്. ഓ ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാം, പക്ഷെ അത്രയ്ക്ക് സേഫ് അല്ല. ഇറങ്ങുന്നതൊക്കെ ഓക്കെ. I don't know how to കയറുന്നത്. ട്രൈ.
റണ്ണിങ് ഷൂസ് ആകത്തുള്ളൂ. ഒരു ഷൂ ഫെസിലിറ്റി. ഇങ്ങനെ നടന്നു നടന്ന് പോവാം. അവിടെ എത്തുന്ന വലിയ പിടിയൊന്നുമില്ല. അത് എത്തുന്ന മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനാണല്ലോ. എന്താ കയറിയ പൊളി വൈബ്. ഒരിക്കലും ഞാനിങ്ങനത്തെ കാര്യങ്ങളൊന്നും റെക്കമെൻഡ് ചെയ്തില്ല. അങ്ങോട്ടിനി പോകാൻ പറ്റില്ല, വെള്ളമാണ്. ചെറിയ ചെറിയ തട്ടായിട്ടുണ്ട്. എൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോവാം, ശരിക്കും വയ്യ. വന്ന വഴിയൊക്കെ അവസാനം ക്യാമറ നോക്കി വരേണ്ടി വരുമെന്നാണ് എൻ്റെ ഡൗട്ട്. യാത്ര പോയി അതാണ് ഞാൻ ചെയ്യുന്നത്. എന്തോ അവിടെ ഉണ്ട്, പാമ്പാണെങ്കിലും ഇനിയാണോന്ന് അറിയില്ല. ഷിറ്റ്, വെള്ളം കയറി. സോ അങ്ങനെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നു. ഏകദേശം ഒരു നിരപ്പായ പ്രദേശം എത്തി എന്നാണ് എൻ്റെ ഒരു
വിശ്വാസം. സോ ഇനി നമ്മൾ ഈ വെള്ളത്തിൻ്റെ കൂടെ നടന്ന് പോവുകയാണെങ്കിൽ അങ്ങനെ പോയി പോവുകയുള്ളൂ. കാരണം വെള്ളം ഒഴുകി ചെന്നാൽ നിൽക്കുന്ന എവിടെയെന്ന് അറിയില്ല, അതിൻ്റെ പുറകെ നമ്മളങ്ങനെ പോവുകയുള്ളൂ. സോ എന്തുകൊണ്ടും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും കുറച്ച് നേരം റിലാക്സ് ചെയ്യാനും ഇതൊരു ആപ്റ്റായ പ്ലേസാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെറിയൊരു വെള്ളം ഒഴുകി വരുന്നതിൻ്റെ ഒരു ഫീൽ ഒച്ചയും അത്യാവശ്യം ഒരു ഈസ്റ്ററ്റിക് ലുക്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞാൻ പണ്ട് നമ്മുടെ ട്രാക്ഷൻ ഫോർ മച്ചാൻ്റെ വീഡിയോയിൽ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ളൊരു സ്ഥലം, അതായത് ഒരു ഫോറസ്റ്റോ വെള്ളച്ചാട്ടമോ ഒക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കുറച്ച് പാട്ടും കേട്ട് ഇരിക്കുമ്പോൾ ഉള്ളൊരു ഫീൽ. ശരിക്കും അന്ന് എനിക്ക് അതിൻ്റെ ഒരു ഗുഡൻസ് മനസ്സിലായില്ലായിരുന്നു, ബട്ട് നൗ ഇറ്റ് ഈസ് സോ എഫക്റ്റീവ്. സോ ആകെ ഇവിടെ ഒരു കുറവ് അല്ലെങ്കിൽ ഒരു കൂടുതൽ എന്നൊക്കെ പറയാൻ പറ്റുന്നത് നല്ല ചൂടുണ്ടായിരുന്നു, അതുമാത്രം നമ്മുടെ ഇവിടെ ഒരു തളർത്തിയുള്ളൂ. സോ ഗൈസ്, ഞങ്ങൾ ഏകദേശം ഒരു 1 to 2 hours ഇവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾ പാലൊഴുകും പാറ എന്തെങ്കിലും പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വാഗമൺ ഈ സൈഡിലൊക്കെ ഏകദേശം വരുവാണെങ്കിൽ നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണിത്. ഞാൻ പറ്റുമെങ്കിൽ ആ പാലത്തിൻ്റെ നെയിം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും കുറച്ച് എക്സ്പ്ലോറൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വന്ന് ഒരു പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്പോട്ടെന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര കുറവായിരിക്കും. ഭൂരിഭാഗം സ്പോട്ടുകളും ഈ ടൂറിസ്റ്റ് കാരണം നിറഞ്ഞ് കുളമായിട്ടിരിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. ബട്ട് ഇത് അത്യാവശ്യം നിങ്ങൾക്ക് എന്താ പറയുക, ഇത് പീസ് ഓഫ് മൈൻഡ് തരുന്നൊരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് വേണ്ടവർക്ക് കുളിക്കാം, അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് സൈറ്റ് സീയിങ് ചെയ്യേണ്ടവർക്ക് സൈറ്റ് സീയിങ് ചെയ്യാം. അങ്ങനെ ഇരിക്കാൻ പറ്റുന്നൊരു എന്താ പറയുക, ഒരു മസ്റ്റ് വാച്ച് പ്ലേസ് എന്ന് ഞാൻ പറയും. സോ ഗൈസ്, അങ്ങനെ നമ്മളപ്പോൾ തിരിച്ച് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഏകദേശം എല്ലാം സെയിം വഴി തന്നെ ആയതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് കയറുന്ന ഫുൾ പോർഷൻസ് ഞാൻ എടുക്കുന്നില്ല. ബട്ട് ഒന്ന് ഞാൻ പറയട്ടെ, അത്യാവശ്യം ഹസാഡസ് നിറഞ്ഞിട്ടുള്ളൊരു വഴിയാണ്. അതായത് ഇത്തിരി കാടും മുളയും ഒക്കെ നിറഞ്ഞിട്ടുള്ള, ഇതിൻ്റെയൊക്കെ ഇടയിൽ വല്ല പാമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസൺ ആയിട്ടുള്ള സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വെയിലായതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളൊരു മഴക്കാലത്താണ് വരുന്നതെങ്കിൽ അത്യാവശ്യം ഈ പാറകളൊക്കെ ജസ്റ്റ് ഒരു വഴുകിയൊക്കെ ആയി കിടക്കുന്നത്. സോ ഒരിക്കലും ഈ ഒരു സ്ഥലം ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. കാരണം എപ്പോഴും ഏതൊരു സ്ഥലം കാണുന്നേക്കാളും മുഖ്യം നമ്മുടെ ലൈഫാണ്. സോ സേഫ്റ്റി ഫസ്റ്റ്. എല്ലാവരും എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വരാവുമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. സോ ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. സോ പിന്നെ പറയുകയാണെങ്കിൽ ഈ ട്രാവൽ എക്സ്പ്ലോറേഷൻ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം നമ്മൾ തിരിച്ച് കയറി അതേ വഴി തന്നെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഇതേപോലെയുള്ള വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.